ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മുടെ ഹെയർ ഭയങ്കര തിന്നായിട്ട് നിൽക്കുകയാണ്. അതായത് തീരെ ഉള്ളു തോന്നിക്കുന്നില്ല, അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല, എല്ലാ ഹെയറും പൊട്ടി പോവുകയാണ്, ഭയങ്കര ഡ്രൈ ആയിട്ട് മാറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങളെ ഹെയർ പോയിക്കൊണ്ട് നിൽക്കണമെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഹെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടും ഫ്രിസി ആയിട്ടും വേവി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഹെയർ ആണ്. അത് പെട്ടെന്ന് നീളം വെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഹെയർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ട് വേയിൽ നമ്മൾ അതിനെ കെയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മളെ പാക്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ 2 ഹെയർ ഗ്രോത്ത് ഇൻഗ്രീഡിയന്റും അതുപോലെ തന്നെ നമ്മളെ ഹെയർ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടും സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ആഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു നര വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. ഒരു വെള്ള കളറിലെ ഹെയർ വരും, നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് വരും. ചില ആളുകൾക്ക് അതിന് മുന്നേ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ആളുകളാണെങ്കിൽ അതിന്റെ ഒരു വരുന്നതിന്റെ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കും കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഇതൊരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ നമ്മളെ ഹെയർ കെയർ ചലഞ്ച് നല്ല റിസൾട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ട് തീരെ നീളുന്നില്ല, എന്ത് കളിച്ചിട്ട് നീളുന്നില്ലാത്തൊരു ഹെയർ ആണ് നിങ്ങളതെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ കുറയും, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഞെരുക്കം വെക്കും, അതായത് വോളിയം കൂടും, അതുപോലെ തന്നെ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. ഇത് നല്ലൊരു ഹെയർ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആ ഒരു ഹെയർ കെയർ ചലഞ്ച് 7 ദിവസത്തെയാണ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നമ്മളെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യട്ടെ നോക്കാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഹെയർ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആക്കും കൂടെ ഒരു പാക്കാണ്. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള കാര്യം അതുപോലെ തന്നെ ആഡ് ചെയ്യാൻ നോക്കുക. അഡീഷണൽ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓൾറെഡി ഡ്രൈ ആക്കുന്ന ഒരു പാക്ക് ആകുമ്പോൾ അതിന്റെ അപ്പുറം നിങ്ങൾ ചിലപ്പോൾ എഗ് വൈറ്റോ അല്ലെങ്കിൽ ഇതേപോലെ അലോവേരേൻ്റെത് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഡ്രൈ ആക്കി മാറ്റും നിങ്ങളത് ഹെയർ. അപ്പോൾ നിങ്ങൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിയുന്നത് ഒന്ന് കമന്റ് ബോക്സിൽ ചോദിക്കാം, ഞങ്ങൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നോക്കി ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഹെയറിൽ എന്ത് പാക്ക് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഈ ഒരു ഹെയർ പാക്കിലേക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ നിങ്ങൾക്ക് സോക്ക് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാലോ നമുക്കത് പുതിർന്ന് കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് കരിവേപ്പിലയാണ്. കരിവേപ്പില നമ്മൾ നല്ല ഹെയർ കറുപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ നര പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ നോക്കുക. അപ്പോൾ ഒരു പിടി അളവിൽ നിങ്ങൾ നോക്കിയെടുക്കണം എന്തായാലും. എന്നിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കരിവേപ്പില നമ്മൾ ഈ ഒരു ഉലുവയിലേക്ക് ആഡ് ചെയ്തിട്ട് ആ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഉലുവ തിളപ്പിച്ച് ആ വെള്ളം കൂടെ വെച്ചിട്ട് എന്നിട്ട് അതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയുള്ളി എടുക്കുക. ചെറിയുള്ളി തന്നെ എടുക്കണം, വെല്ലുള്ളി എടുക്കരുത്. കുഞ്ഞുള്ളി എന്നൊക്കെ പറയില്ല, അതാണ്. അപ്പോൾ ആ മുകളിലത്തെ ഭാഗം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ട് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ തീരെ ഗ്രോത്ത് വെക്കാത്തൊക്കെ നല്ല മാറ്റം വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇതേപോലെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയി പോകുന്ന ഒരു പ്രശ്നം വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ പഴം ആഡ് ചെയ്യാം. പഴം എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ഞാൻ മുന്നത്തെ ഹെയർ കെയർ ചലഞ്ചിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നല്ല പഴുത്ത ആഡ് ചെയ്യാൻ നോക്കുക. വേറെ പഴം കുഴപ്പമൊന്നുമില്ല, ഞാൻ നേന്ത്രപ്പഴമാണ് ആഡ് ചെയ്യുന്നത്. നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് വേണം നിങ്ങളതൊരു ഹെയർ പാക്ക് ആക്കിയിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പം തന്നെ നല്ലൊരു കുറുക്ക് പോലെയാവും, നല്ല കട്ടിയുള്ള കുറുക്ക് പോലെയാവും. ഇതാണ് നമ്മളെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കെന്ന് വെച്ചാൽ വിട്ട് പോകുന്നൊരു പ്രശ്നമില്ല. എല്ലാ ഭാഗവും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹെയർ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഹെയർ ആണ്, ഭയങ്കര ഒരു ഒരം പോലെ ഫീൽ ചെയ്യണമെങ്കിൽ എന്തായാലും എന്തെങ്കിലും ഒന്ന് പഴമോ അല്ലെങ്കിൽ തൈരോ തേങ്ങാപ്പാലോ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങളൊരു പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഈ പാക്ക് അത്യാവശ്യം ഡ്രൈ ആക്കുന്നതാണ് നമ്മൾ ഈ ഒരു പഴം ആഡ് ചെയ്യാണ്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളെ ഹെയർ തലേന്നത്തെ ഏതെങ്കിലും പാക്ക് ചെയ്തിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ സ്കാൽപ്പ് മുതൽ നമ്മളെ എൻഡ് വരെ നല്ല രീതിയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞ പോലെ അത് അത്യാവശ്യം ഡ്രൈ ആക്കുന്ന പാക്കാണ്. അപ്പോൾ നിങ്ങൾ പഴത്തിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല. നമ്മൾ 20 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെയറിൻ്റെ ഈ ഒരു നരേൻ്റെ പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കെമിക്കൽ ഷാംപൂസ് കാര്യങ്ങൾ കണ്ടീഷണർ ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിച്ചാൽ മതി അതിൻ്റെ ഒരു കണ്ടന്റ് നമ്മളെ ഹെയറിൽ പറ്റിയിട്ട് നമ്മളെ ഹെയറിനെ അത് ഡാമേജ് ആക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നിറയെ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടീനേജേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ പാക്ക് ചെയ്യുക. ഇങ്ങനത്തെ പാക്കേജ് നമുക്കത് കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ 1 or 2 ഒരു നര മുടിയൊക്കെ വരികയാണെങ്കിൽ അത് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. അതിന് പകരം നമ്മൾ നോക്കുന്നതിനനുസരിച്ചിട്ട് മുടി ഇങ്ങനെ നരച്ച് വരികയാണ്, ദിവസം കൂടുമ്പോൾ നരച്ച് വരികയാണ്, നമ്മളത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് ഇത്തരം പാക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ചേഞ്ച് വരും. അതുപോലെ തന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് ഇതേപോലെ നര വരുന്ന ആളുകളാണെങ്കിൽ നമുക്കത് വലിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് പാക്കൊക്കെ ചെയ്ത് കൊടുത്ത് കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്നുള്ളൊരു, അതായത് വരുന്ന ടൈം കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ
ഒരു പാക്കിലേക്ക് ഉലുവ ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്, കരിവേപ്പില നമുക്കറിയാം മുടി ഇങ്ങനെ കറുപ്പ് കളർ ആക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടി ആ ഒരു നരയ്ക്കുന്ന ഒരു സ്റ്റേജ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഉലുവയും നമ്മൾ ഉള്ളിയൊക്കെ ചേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ ഹെയറിന് മെയിനായിട്ട് വേണ്ടത് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. കുറച്ചും കൂടി നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഏതാണെന്ന് വെച്ചാൽ നോക്കി ചെയ്യുക. ഞാൻ കൂടുതലും ഉലുവ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയാണ് എൻ്റെ ഹെയറിന് കുറച്ചും കൂടി ഗ്രോത്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നിയത്. അപ്പോൾ ഞാൻ എന്ത് പാക്ക് ചെയ്യുകയാണെങ്കിലും അത് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഡ്രൈനെസ് മാറാനുള്ളത്, പിന്നെ ബാക്കി ഡാൻഡ്രഫിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ കെയർ ചലഞ്ച് ചെയ്യാത്ത ആളുകൾ എന്തായാലും ചെയ്ത് നോക്കുക, നല്ല ചേഞ്ച് ഉണ്ട്. നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിൽ തന്നെ കയറി നോക്കിയാൽ കാണാം. എനിക്ക് പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു മുടീൻ്റെ കൊഴിച്ചിൽ മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ തീരെ നീളം വെക്കില്ല എന്ന് കരുതിയൊരു ഹെയറാണ് കേട്ടോ എൻ്റെത്. ഒട്ടും വെക്കാത്തൊരു ഹെയർ ഇത്രയും നീളം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 1 വീക്കിനെ കൊണ്ട് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നോക്കിയാൽ മതി. പിന്നെ ഈ ഒരു പാക്ക് ചെയ്യുമ്പം നല്ല രീതിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്കൊരു വേറിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നല്ല രീതിയിൽ അത് അപ്ലൈ ആയിക്കോളും. പിന്നെ അവിടെ ഇവിടെ ഒന്നും മാറി നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നൂല. നല്ല രീതിയിൽ നമ്മൾ സ്കാൽപ്പിൽ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ ബാക്കിയൊക്കെ നമ്മളെ മുടിയുടെ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കൊണ്ട കെട്ടി വെക്കുക. കൊണ്ട കെട്ടി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് അഴിച്ചിടുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഈ കൊണ്ട കെട്ടി പോലെ വെക്കുകയാണ്. ഇത് നല്ല രീതിയിൽ പാക്ക് അപ്ലൈ ചെയ്ത് മൊത്തത്തിൽ അപ്ലൈ ചെയ്യുക. ഈ ഒരു പാക്ക് 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്ത് കളഞ്ഞേക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നിങ്ങൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഹെയർ കെയർ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.